പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ബേസിക് അക്കൗണ്ടിംഗ് സിസ്റ്റംസ്, അതിൽ ലോകത്തെല്ലായിടത്തും എല്ലാ അക്കൗണ്ടൻസും അംഗീകരിച്ച ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സമ്പ്രദായം ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മളിവിടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നാണ് ചർച്ച ചെയ്യുന്നത്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓർ പ്രാക്ടീസസ് ഫോർ പ്രിപ്പയറിംഗ് യൂണിഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ യൂണിഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള സാമ്പത്തിക പത്രികകൾ, സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി, അപ്പോൾ ലോകത്തെല്ലായിടത്തും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കിടയിലും ഒരേ തരത്തിലുള്ള സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ലാഭനഷ്ടക്കണക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് തുടങ്ങിയ സാമ്പത്തിക പത്രികകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിൽ തയ്യാറാക്കുന്നതിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസ്. ഒരേ തരത്തിലുള്ള അക്കൗണ്ടിംഗ് നിയമങ്ങൾ, ലോകത്തെല്ലായിടത്തും അംഗീകരിച്ച ഒരേപോലുള്ള അക്കൗണ്ടിംഗ് നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അവ എഴുതി തയ്യാറാക്കിയത്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിലുള്ള സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി അംഗീകരിച്ച ഒരേ അക്കൗണ്ടിംഗ് യൂണിഫോമായിട്ടുള്ള, ലോകത്തെല്ലായിടത്തും ഒരുപോലെ ഉള്ള അക്കൗണ്ടിംഗ് നിയമങ്ങളാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരേ യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. However, it cannot override the provisions of applicable laws, customs, usages and business environment in the country. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ടുള്ളത് ആകാനും പാടില്ല. ഒരു രാജ്യത്തിൻ്റെ ആപ്ലിക്കബിളായുള്ള ലോസ്, കസ്റ്റംസ്, ആ രാജ്യത്തിന് ബാധകമായ നിയമങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റംസ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് പരിതസ്ഥിതി, ഇതൊന്നും മറികടന്നുകൊണ്ടുള്ള നിയമങ്ങളല്ല ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് നമ്മൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള അക്കൗണ്ടിംഗ് നിയമങ്ങളാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് പറയുന്നത് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ഡിഫറൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ്. എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ഒരേ തരത്തിലുള്ള അക്കൗണ്ടിംഗ് നയങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിംഗ് നയങ്ങൾ, അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിലാക്കുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ അങ്ങനെയാകുമ്പോൾ മാത്രമേ വിവിധ സ്ഥാപനങ്ങൾക്കിടയിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ വിവിധ സ്ഥാപനങ്ങൾ, വിവിധ രാജ്യങ്ങൾക്കിടയിലൊക്കെയുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക, അതിന് യൂണിഫോം ആയിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് ബെനിഫിറ്റാക്കി പറയാൻ പറ്റും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്
ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് രീതിയിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നു. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ നമ്മെ സഹായിക്കുന്നു എന്തിന്? അക്കൗണ്ടിങ് രീതികളിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുന്നു. പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടിങ് രീതി ഒരേ രീതിയാക്കി മാറ്റാൻ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നമ്മളെ സഹായിക്കുന്നു. എല്ലാവരും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാ സ്ഥാപനങ്ങളിലും തയ്യാറാക്കാൻ പറ്റും. അതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇറ്റ് മേ കാൾ ഫോർ ഡിസ്ക്ലോസർ ഓഫ് സർട്ടൻ ഇൻഫർമേഷൻ വിച്ച് മേ നോട്ട് ബി റിക്വയർഡ് ബൈ ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ബിസിനസ് സ്ഥാപനങ്ങൾ വെളിപ്പെടുത്തൽ നിർബന്ധമല്ലാത്ത, ബിസിനസ് സ്ഥാപനങ്ങൾ നിർബന്ധമായും വെളിപ്പെടുത്തേണ്ടതില്ലാത്ത ചില വിവരങ്ങൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, എല്ലാവരും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുമ്പോൾ നിയമം മൂലം വെളിപ്പെടുത്തേണ്ടതല്ലാത്ത വിവരങ്ങൾ കൂടി അറിയാൻ കഴിയും. അത് ഇറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ ജനറൽ പബ്ലിക്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. നമ്മുടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ നമുക്ക് കടമായി തന്ന ക്രെഡിറ്റേഴ്സിനും ജനറൽ പബ്ലിക് പൊതുജനങ്ങൾക്കൊക്കെ ഇത്തരം വിവരങ്ങൾ ഉപകാരപ്രദമാവും. അപ്പോൾ രണ്ടാമത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എല്ലാവരും ഒരേ രീതി ഫോളോ ചെയ്യുമ്പോൾ, എല്ലാവരും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നിയമം മൂലം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അത് പൊതുജനങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും. മൂന്നാമത്തേത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റേറ്റ് കമ്പാരബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് നേരത്തെ പറഞ്ഞ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ വ്യത്യസ്ത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ തന്നെ വിവിധ ബ്രാഞ്ചുകൾക്കിടയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ 3 നേട്ടങ്ങളാണ് ഇതുകൊണ്ടുള്ളത്. ഇത് 3 ലക്ഷ്യങ്ങളായിട്ട് പറയാം, നേട്ടങ്ങളായിട്ടും പറയാം. നേട്ടങ്ങളായി പറയുമ്പോൾ ഹെൽപ്സ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ, അത് സഹായിക്കുന്നു. ഒബ്ജക്റ്റീവായി പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എലിമിനേറ്റ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ വിവിധ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ ഒരേ രീതിയിലാക്കി മാറ്റുന്നു എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അടുത്തതായി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ കൊണ്ടുള്ള പോരായ്മകൾ, ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന പോരായ്മ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മേക്സ് ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്. എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ചോയ്സ് നൽകുന്നുണ്ട്, വ്യത്യസ്ത അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾക്കുള്ള ചോയ്സ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്ഥാപനത്തിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് 3 രീതിയിൽ വില നിർണ്ണയിക്കാം. ഒന്ന്, കോസ്റ്റ് പ്രൈസിൽ, വാങ്ങിയ വിലയിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വില കാണിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള വില ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വിലയായിട്ട് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്സർ. മാർക്കറ്റ് പ്രൈസാണോ കോസ്റ്റ് പ്രൈസാണോ ഏതാണ് കുറവ് വെച്ചാൽ അത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വിലയായിട്ട് രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ 3 രീതിക്കും അനുവാദം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നൽകുന്നുണ്ട്. അങ്ങനെ ഈ 3 രീതിക്കും അനുവാദം നൽകുമ്പോൾ എന്താണ്, ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്ത രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വില നിർണ്ണയിച്ചെങ്കിൽ ആ സ്ഥാപനങ്ങൾ തമ്മിലുള്ള താരതമ്യം, സ്ഥാപനങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതുകൊണ്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു പോരായ്മയാണ്. പിന്നെ ഇറ്റ് ഈസ് റിജിഡ്ലി ഫോളോഡ് ആൻഡ് ഫെയിൽസ് ടു എക്സ്റ്റെൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ രണ്ടാമത്തതിൻ്റെ പോരായ്മ പറയുന്നത് റിജിഡ്ലി ഫോളോഡ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ കർശനമായി പിന്തുടരുകയാണെങ്കിൽ അത് നമ്മുടെ ഈ അക്കൗണ്ടിങ് പ്രാക്ടീസ്, വിവിധ അക്കൗണ്ടിങ് രീതികൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള അവസ്ഥ ഇല്ലാതാക്കും. അത് കർശനമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാറുണ്ടാൽ അവിടെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ കഴിയുന്ന അവസ്ഥ ഇല്ലാതെയാവും.
മൂന്നാമത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കനോട്ട് ഓവർ റൈഡ് ദ സ്റ്റാറ്റ്യൂട്ട്. ഒരിക്കലും രാജ്യത്തിൻ്റെ നിയമങ്ങൾ, സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ മറികടന്നുകൊണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം ഒരു കാര്യം പറയുന്നു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേറൊന്നുമാണ് പറയുന്നതെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് എഴുതാൻ കണക്കുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവിടെ ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെയും മുകളിലാണ് രാജ്യത്തിൻ്റെ നിയമം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരിക്കലും രാജ്യ നിയമം മറികടന്നുകൊണ്ട് രൂപീകരിക്കാൻ കഴിയില്ല. അടുത്തത് അപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എവിടെയൊക്കെ ആവശ്യമുണ്ട്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ അപ്ലിക്കബിൾ ടു ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. താഴെ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അപ്ലിക്കബിളാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് യൂണിറ്റ്, പാർട്ട്ണർഷിപ്പ് ഫേം, സൊസൈറ്റീസ്, ട്രസ്റ്റ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, കമ്പനീസ്, ഇവിടെയൊക്കെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അപ്ലിക്കബിളാണ്, അവിടെയൊക്കെ പ്രയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഗ്ലോബലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് അബ്രിവിയേഷൻ IFRS. അപ്പോൾ IFRS പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതാരാണ് ഉണ്ടാക്കിയത്? ഇത്തരം സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കിയത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, അബ്രിവിയേഷൻ ചുരുക്കി IASB. ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IASB എന്ന സംഘടന ഉണ്ടാക്കിയ ലോകത്ത് അംഗീകരിക്കപ്പെട്ട, ഗ്ലോബലി ആക്സെപ്റ്റഡ്, ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ്. ഇങ്ങനെ ഉള്ളൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ കമ്പാരിസൺ. നമുക്ക് ഇത്തരം ഒരു അക്കൗണ്ടിങ് ലോകത്തെല്ലായിടത്തും ഗ്ലോബലി ആക്സെപ്റ്റഡ്, ലോകത്തെല്ലായിടത്തും അംഗീകരിച്ച അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ എല്ലാവരും അതേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പിന്തുടരുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടിങ് വിവരങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്പാരിസൺ, രാജ്യാന്തര തലത്തിൽ തന്നെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ താരതമ്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേന്മ. പിന്നെ നീഡ് ഫോർ IFRS, ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് മെറ്റീരിയൽ മാനിപ്പുലേഷൻ. ഇത് ഇറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് ഉണ്ടാക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ കൃത്രിമങ്ങൾ, ഈ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളിലും കൃത്രിമങ്ങൾ നടത്തുന്നത്, തെറ്റുകൾ വരുത്തുന്നതൊക്കെ കുറക്കും ഈ IFRS. എല്ലാവരും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്രിമം നടത്തുന്നതും അതുപോലെ തെറ്റുകൾ വരുന്നതൊക്കെ കുറയും. 2, ഇറ്റ് ബ്രിങ്സ് യൂണിഫോമിറ്റി. അത് ലോകത്തെല്ലായിടത്തുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് വിവരങ്ങൾ, അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരേ രീതിയിലായി യൂണിഫോമാക്കി മാറ്റും, ഒരേ രീതിയിലുള്ളതാക്കി മാറ്റും. അങ്ങനെ യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ കമ്പാരബിലിറ്റി, അത് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാനും പറ്റും. മൂന്നാമത്തെ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി. ലോകത്തെല്ലായിടത്തും നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങളൊക്കെ IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലോകത്തെല്ലായിടത്തും അംഗീകരിച്ച സ്റ്റാൻഡേർഡുകളാണ്. അതുകൊണ്ട് വിദേശത്തുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങളിലും നിക്ഷേപം നടത്താനൊരു വിശ്വാസം ഉണ്ടാകും. കാരണം അവർക്ക് ഒരു കൃത്യമായൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് കണക്ക് തയ്യാറാക്കുന്നത് എന്നുള്ള ബോധ്യം വരുമ്പോൾ അവർ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യം കാണിക്കും. അപ്പോൾ ഈ മൂന്നുമാണ് ഈ IFRSൻ്റെ ആവശ്യകത
പറയുന്ന ഈ 3 കാര്യങ്ങൾ. ഒന്ന്, കൃത്രിമം നടത്തുന്ന ഒഴിവാകും. 2, യൂണിഫോമിറ്റി ഉണ്ടാകും. 3, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ളൊരു കാരണമായി മാറും. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എല്ലാവരും ഇത് ക്ലാസ് കേട്ട് നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാം.